ഓർമ്മകളുടെ ഉത്സവങ്ങളിലേക്കും സ്വപ്നങ്ങളുടെ കേദാരങ്ങളിലേക്കും ഭക്തിയുടെ ദ്വാപരങ്ങളിലേക്കുമുള്ള മഹത്തായ യാത്രകളിലൊന്നാണ് മുതുകുളം ഗ്രാമത്തിലേക്കുള്ള യാത്ര. ഓരോ ഗ്രാമങ്ങളും സ്നേഹത്തിൻ്റെ ഒരു കൊച്ചു ദ്വീപ് പോലെയാണ്. അത്യപൂർവമായ വൃക്ഷലതാദികളും ആർദ്രമായ ഭൂപ്രകൃതിയുമൊക്കെ ഈ ഗ്രാമത്തിനു ചാരുതയേകുമ്പോൾ ഈ ദേശത്തിൻ്റെ പരദേവതയായ പാണ്ഡവർക്കാവ് ദേവി ഗ്രാമത്തിൻ്റെ നിത്യചൈതന്യമായി വിളങ്ങുന്നു. പാണ്ഡവർക്കാവ് എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ മഹാഭാരത കഥയിലെ പഞ്ചപാണ്ഡവന്മാരുടെ പാദസ്പർശമേറ്റ ഭൂമിയാണിതെന്ന വിശ്വാസം ക്ഷേത്ര ചരിത്രത്തെ ദ്വാപരയുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരാശിയുടെ സർവ്വകഥകളും നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ഇതിഹാസമാണല്ലോ മഹാഭാരത കഥ. മാതൃപുത്ര പിതൃസ്നേഹവും ഗുരുശിഷ്യബന്ധവും മനുഷ്യനിലെ സർവ്വവികാര വിചാരങ്ങളെക്കുറിച്ചും യുദ്ധത്തിനെയും ശാന്തിയെയും മോക്ഷത്തിനെക്കുറിച്ചുമെന്ന് വേണ്ട ഇന്ന് ആധുനിക ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ദിവ്യഗ്രന്ഥമായ ഭഗവത്ഗീത പോലും രചിക്കപ്പെടുന്നത് മഹാഭാരത കഥയിൽ നിന്നാണ്. ആർഷഭാരതം ലോകത്തിന് സമർപ്പിച്ച മഹത്തായ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഭഗവത്ഗീത. കൗരവരുടെ പ്രധാന ഉപദേഷ്ടാവായിരുന്നല്ലോ കൗശലക്കാരനായ ശകുനി. ദുര്യോധനന്റെ ചിന്തകളിൽ വിഷം നിറയ്ക്കുകയും ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തതിൽ പ്രധാനിയായ ശകുനി പാണ്ഡവരെ ഉന്മൂലനം ചെയ്യുന്നതിനായി നിരന്തര തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു. ഒരിക്കൽ ശകുനിയുടെ തന്ത്രത്തിൽ കുടുങ്ങി പാണ്ഡവർ ചൂതുകളിക്കാൻ നിർബന്ധിതരാകുകയും ചൂതുകളിയിൽ പരാജയപ്പെടുകയും ചെയ്തതോടുകൂടി മുൻകൂറായി പറഞ്ഞുറപ്പിച്ച ഉടമ്പടി പ്രകാരം പാണ്ഡവർ വനവാസത്തിനും അജ്ഞാതവാസത്തിനും വിധിക്കപ്പെടുന്നു. ഈ വനവാസകാലത്ത് പാണ്ഡവർ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും വസിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി ദേശങ്ങളിൽ പഞ്ചപാണ്ഡവരിൽ പലരുടെ പേരിലും പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നുവെന്നതാണ് സത്യം. മഹാഭാരതത്തിലെ സംഭവ ബഹുലമായ പല കഥകളും നടക്കുന്നത് വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ വച്ചായിരുന്നുവെന്ന് പറയപ്പെടുമ്പോഴും തെക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലൂടെയും വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ സഞ്ചരിക്കുകയും നിരവധി പ്രദേശങ്ങളിൽ താമസിക്കുകയും ചെയ്തിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും കേരളത്തിന്റെ മണ്ണിലൂടെ പാണ്ഡവന്മാരുമായി യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് വിശ്വസനീയമായ കഥകൾ നിലനിൽക്കുന്നുണ്ട്. ദ്വാപരയുഗ കാലത്ത് ഓണാട്ടുകരയുടെ പ്രധാന ഭാഗങ്ങളായ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള പ്രദേശങ്ങൾ നിറയെ മഹാവനമായ ഖാണ്ഡവ വനമായിരുന്നു. ചരിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഖാണ്ഡവ വന ദഹന കഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളാണ് മുതുകുളത്തിന്റെ സമീപ പ്രദേശങ്ങളായ ഏരുവ, ഏവൂർ, പത്തിയൂർ, കണ്ണുമംഗലം, മണ്ണാറശാല എന്നീ ക്ഷേത്രങ്ങൾ. വനവാസകാലത്ത് പാണ്ഡവർ മുതുകുളം ദേശത്ത് വാസമുറപ്പിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ടെന്ന് പറയപ്പെടുന്നു. ഖാണ്ഡവദഹന കഥ അതിലൊന്നാണ്. പാണ്ഡവ മാതാവായ കുന്തി ദേവിയെ കുറച്ചുനാളത്തേക്ക് വസിപ്പിക്കുവാനായുള്ള ഇടം തിരക്കി ഖാണ്ഡവ വനത്തിലൂടെ നടക്കുന്ന ഭീമസേനൻ മുതുകുളത്തെത്തുകയും അവിടെയുള്ള ഒരു കുശവ കുടിലിനു മുന്നിലെത്തി തൻ്റെ ആവശ്യം അറിയിക്കുകയും ചെയ്തു. അക്കാലത്ത് വളരെയധികം ഗുണമേന്മയുള്ള കളിമണ്ണ് ധാരാളമായുള്ള ദേശമായിരുന്നു മുതുകുളം.
ഭീമസേനൻ കുശവക്കുടിലുകളിൽ ഒന്നിൽ തന്നെ കുന്തിദേവിയെ താമസിപ്പിക്കുവാനുള്ള ഇടം കണ്ടെത്തുകയും തുടർന്ന് ചുറ്റുമുള്ള 5 കാവുകളിലായി പാണ്ഡവർ 5 പേരും താമസിക്കാനും തുടങ്ങി. ഈ 5 കാവുകളും ഇവിടുത്തെ 5 കരകളിൽ ഉൾപ്പെട്ടതായിരുന്നു. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് പാണ്ഡവർക്കാവെന്ന പേരുണ്ടാകുന്നത്. പാണ്ഡവർ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അവരുടെ ആരാധനാമൂർത്തിയായ സാളഗ്രാമ വിഗ്രഹവും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അക്കാലത്ത് പാണ്ഡവർ തങ്ങളുടെ സാളഗ്രാമ വിഗ്രഹം ഈ മണ്ണിലും വച്ച് പൂജിച്ചിരുന്നു. നിത്യാരാധനയ്ക്കായി ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കാളിയേത്ത് വയലിൽ നിന്നും മൺപാത്ര നിർമ്മാണത്തിനുപയോഗിക്കുന്ന കളിമണ്ണുപയോഗിച്ച് ഒരു ആരാധനാബിംബം നിർമ്മിച്ച് പാണ്ഡവ മാതാവായ കുന്തിദേവി ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പ്രതിഷ്ഠാസമയത്ത് വിഗ്രഹത്തിൽ പതിഞ്ഞ കുന്തിദേവിയുടെ വിരൽപ്പാട് ഇപ്പോഴും ഇവിടുത്തെ മൂലബിംബത്തിൽ കാണാൻ കഴിയുമെന്ന് പഴമക്കാർ പറയുന്നുണ്ട്. അങ്ങനെ കാലാന്തരത്തിൽ മുതുകുളം ദേശക്കാർക്ക് ദ്വാപരയുഗത്തോളം പഴക്കവും സാക്ഷാൽ പഞ്ചപാണ്ഡവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പാണ്ഡവർക്കാവുന്ന ദേവീക്ഷേത്രമുണ്ടാവുകയും തലമുറകളായി തങ്ങളുടെ പരദേവതയായ ദേവി സ്നേഹാമൃതം ചുരത്തി ഈ ഗ്രാമത്തിൻ്റെ ചൈതന്യമായി നിലകൊള്ളുന്നുവെന്നതാണ് സത്യം. പാണ്ഡവർക്കാവിലമ്മയുടെ ഇഷ്ടവഴിപാടാണ് കദളിപ്പഴം. കദളിപ്പഴത്തിൻ്റെ മാഹാത്മ്യമോതുന്ന കഥകൾ ഗ്രാമത്തിൽ പ്രസിദ്ധമാണ്. എന്നും പുലർച്ചെ അഭിഷേകത്തിനു ശേഷം ഒരു കദളിപ്പഴം മുടങ്ങാതെ ദേവിക്ക് നേദിക്കുന്നുണ്ട്. ദേവി പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ആദ്യമായി നിവേദ്യമർപ്പിച്ചത് കദളിപ്പഴമാണ്. അതുകൊണ്ടാണ് കദളിപ്പഴം ഇവിടുത്തെ ഇഷ്ടവഴിപാടായി മാറിയത്. മഹാ ഐശ്വര്യദായിനിയായ പാർവതീദേവിയുടെ 8ാമത്തെ അവതാരമായ മഹാഗൗരിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ദേവിയുടെ തിരുനാളായാണ് തൃക്കാർത്തിക അറിയപ്പെടുന്നത്. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും എന്ന പോലെ ഇവിടെയും തൃക്കാർത്തിക ആഘോഷിക്കാറുണ്ട്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക കൂടാതെ ധനുമാസ കാർത്തികയ്ക്കും ഇവിടെ സവിശേഷതയുണ്ട്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ധനുമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉത്സവ ദിവസങ്ങളിലെന്ന പോലെ ഈ ജന്മദിനത്തിലും വിശേഷാൽ പൂജകളും എഴുന്നള്ളത്തും നടത്താറുണ്ട്. വിശേഷ ദിവസങ്ങളിലും മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും അഖണ്ഡ നാമജപം ഇവിടെ നടക്കാറുണ്ട്. കൂടാതെ വിശേഷ ദിവസങ്ങളിലും മണ്ഡലമാസ സമയത്തും ഉത്സവ ദിനങ്ങളിലും വൈകിട്ട് ഭജന പാടുന്ന സംഘവും ഇവിടെയുണ്ട്. പ്രകൃതി അനുഗ്രഹിച്ച വിശാല ഭൂമിയിൽ ചുറ്റമ്പലവും നാലമ്പലവും ശ്രീകോവിലും ഉപദൈവങ്ങളുമടങ്ങുന്ന ക്ഷേത്ര സമുച്ചയം ഒരു ഗ്രാമത്തിൻ്റെ സർവവിശുദ്ധിയോടും കൂടി നിലനിൽക്കുന്നു. ദേവീമന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്ന ക്ഷേത്രാങ്കണത്തിലെ മരങ്ങളുടെ നിശബ്ദതയിലേക്ക് പ്രദോഷപൂജയുടെ നാദങ്ങൾ നിറയുമ്പോൾ ദേവിയുടെ തിരുസന്നിധിയിലെത്തി പുണ്യദർശനം നേടുവാനായി ഭക്തജനങ്ങൾ പ്രദക്ഷിണ വഴികളിൽ നിറഞ്ഞു. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും പ്രാർത്ഥനകളുടേതാണ്. കുന്തിദേവി കൊളുത്തിയ വിളക്കുകളുടെ തുടർച്ച പോലെ ക്ഷേത്രവിളക്കുകൾ തെളിയുന്നു.